ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ. അമേരിക്കയിൽ ന്യൂജേഴ്സിയിലുള്ള സെൻറ്റ് ബെസേലിയോസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് അതിൻ്റെ 25-ാം വർഷം വളരെ വിപുലമായി ആഘോഷിക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം എനിക്കുണ്ട്. ഈ ദേവാലയവുമായി എനിക്കുള്ള ബന്ധം വാക്കുകൾക്ക് അതീതമാണ്. 2016 ഈ ദേവാലയത്തിൽ വിസിറ്റിംഗ് വിസയിൽ ഞാൻ വരുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ദേവാലയം നാഗ്പൂർ സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയെയും സെമിനാരിയുടെ പ്രൊജക്റ്റായ പ്രേരണ സ്പെഷ്യൽ സ്കൂളിനെയും വളരെയധികം സഹായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവരുടെ സഹായത്തിൻ്റെ ആഴം എനിക്ക് വളരെ വലുതായി മനസ്സിലാക്കുവാനായി സാധിച്ചു. ഈ ദേവാലയം പണം കൊണ്ടും ആളുകൊണ്ടും അർത്ഥം കൊണ്ടുമൊക്കെ സെമിനാരിയെയും പ്രേരണയെയും സഹായിക്കുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ദേവാലയവുമായുള്ള ഇവിടുത്തെ അംഗങ്ങൾക്ക് സ്വന്തം വീട് പോലെയും സ്വന്തം ഇടവക പോലെയുമുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ട്. തീർച്ചയായിട്ടും അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു, ആ ബന്ധം തുടരുന്നു എന്നുള്ളതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. ഈ പ്രാവശ്യവും 2025 മാർച്ച് മാസത്തിൽ എനിക്ക് ഈ ദേവാലയത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി. ഇവിടുത്തെ പുരോഹിത ശ്രേഷ്ഠനായ ബഹുമാനപ്പെട്ട വിജയ് തോമസ് അച്ഛനോടൊപ്പം കഷ്ടാനുഭവ ആഴ്ചയിൽ പങ്കാളിയാകുവാനും ഇവിടുത്തെ ശുശ്രൂഷയിൽ അച്ഛനെ സഹായിക്കുവാനും തക്കവണ്ണം എനിക്ക് ഇടയായി. ഇവിടെയുള്ള ജനങ്ങൾ എല്ലാം തന്നെ ഒരു ദേവാലയത്തിൽ എങ്ങനെ പെരുമാറണമെന്നും ദേവാലയത്തിൽ എങ്ങനെ ആയിരിക്കണമെന്നും ഒരു ദേവാലയം എങ്ങനെയാണ് ദൈവിക കൃപകൾ അനുഭവിക്കുന്നത് എന്നും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇവിടെയുള്ള ജനങ്ങളെ നമ്മൾ നോക്കിയാൽ മതിയാവും. കാരണം അത്രമാത്രം ദൈവത്തോട് അടുത്ത ഒരു ഇടവകയാണ് ഇത് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട് എൻ്റെ ഇവിടെയുള്ള ശുശ്രൂഷയിൽ. തീർച്ചയായിട്ടും ഈ ജൂബിലി ഈ ദേവാലയം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ദേവാലയത്തിന് അനേക അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെരുശലേം ദേവാലയം പണിതതിന് ശേഷം അതിൻ്റെ പ്രതിഷ്ഠയിൽ ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, ഈ ദേവാലയത്തിൽ വന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ ആവശ്യങ്ങൾക്കൊരു മുടക്കവും നീ നൽകരുതേ, അവരുടെ ആവശ്യങ്ങൾക്ക് നീ ധാരാളമായി അവരെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥന ശലോമോൻ നടത്തിയതുപോലെ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ഇവരുടെ സന്തോഷവുമൊക്കെ അനുദിനം വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ജൂബിലി ആഘോഷത്തിനോടനുബന്ധിച്ച് ഈ ദേവാലയം അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. പ്രത്യേകമായി നാഗ്പൂരിൽ പ്രേരണ സ്പെഷ്യൽ സ്കൂളിൽ ബുദ്ധിമാന്ദ്യമുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡായിട്ടുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പ്രേരണ സ്പെഷ്യൽ സ്കൂളിന് ഒരു വാഹനം വാങ്ങിച്ചു തരുവാൻ തക്കവണ്ണം ഈ ദേവാലയം ഇനിഷ്യേറ്റീവ് എടുക്കുന്നു എന്നറിഞ്ഞതിലും ഒത്തിരി സന്തോഷം എനിക്കുണ്ട്. കാരണം 2001 നമ്മൾക്ക് ബ്രോൺസ് ഇടവകയാണ് ഒരു ജീപ്പ് പ്രേരണ കുട്ടികൾക്ക് വേണ്ടി തന്നത്. ഇപ്പോൾ അത് ഏകദേശം 25 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് നമുക്കൊരു വാഹനത്തിൻ്റെ ആവശ്യം വന്ന ആ സമയത്ത് തന്നെ ഈ ദേവാലയം അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുകയും ജൂബിലിയോടനുബന്ധിച്ച് നമുക്കത് തരുവാൻ തക്കവണ്ണം ഇവർ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇവരുടെ എല്ലാ പരിശ്രമങ്ങൾക്കും ദൈവം 30, 60, 100 മേനിയായി ഇവർക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ഇവിടെയുള്ള ഓരോ അംഗങ്ങളെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്ത് നന്മ ചെയ്ത് ജീവിക്കുവാൻ തക്കവണ്ണം ഇവർക്കെല്ലാവർക്കും സാധിക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷ്യമുള്ളവരായി ഈ ദേവാലയവും ഇതിലെ ജനങ്ങളും മാറുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.